നമസ്കാരം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാം രുചിഭേദത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ ഷെഫ് ഇന്ന് പാചകം ചെയ്യാൻ പോകുന്നത് ഈ കുരുമുളക് ചേർത്ത പൊരിച്ച കോഴിയാണ്, അതായത് പെപ്പർ ഫ്രൈഡ് ചിക്കൻ. കണ്ടു നോക്കാം. നമസ്കാരം, രുചിഭേദത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ ചെയ്യുന്നത് പെപ്പർ ഫ്രൈഡ് ചിക്കൻ. അത് കുരുമുളക് ചേർത്ത് വഴറ്റിയെടുത്ത, അതായത് പൊരിച്ച കോഴി. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: ഇപ്പോൾ ഇതൊരു ചിക്കൻ, ഇത് തൊലിയൊക്കെ മാറ്റി കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഒരു നാരങ്ങയുടെ നീര്, സവാള കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുപോലെ കറിവേപ്പില, ഉപ്പ് ആവശ്യത്തിന്, കുരുമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത് ജീരകത്തിൻ്റെ പൊടി, ജീരകം പൊടിച്ചതാണ്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത് ഗരം മസാല പൊടി. ഗരം മസാല എന്ന് പറയുമ്പോൾ പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ജീരകം, അതിൽ കുറച്ച് കുരുമുളക് ഉണ്ടാകും, അതെല്ലാം കൂടെ പൊടിച്ചെടുത്തതാണ് ഗരം മസാല പൗഡർ. ഇനി ഇത് ചെയ്യുന്നത്, ആദ്യം നമുക്ക് ഈ ചിക്കൻ ഇപ്പോൾ തോലെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി വെച്ചിരിക്കുകയാണ്. തോലയൊക്കെ മാറ്റി, അത് കൂടുതൽ ഫാറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത് തോലയൊക്കെ മാറ്റി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് നാരങ്ങ നീര് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പം നല്ലൊരു ഫ്ലേവറായിരിക്കും ലൈം ജ്യൂസൊക്കെ ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ. ഇനി ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം അരച്ച് എടുത്ത കൂട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിലിപ്പോൾ സവാളയുണ്ട്, മുളക് പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, കുരുമുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ജീരകം, അതുപോലെ ഈ ഗരം മസാല, ഇതെല്ലാം കൂടെ ചേർത്ത് അരച്ച കൂട്ടാണ്. ഇത് മിക്സ് ചെയ്യുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ അരപ്പെല്ലാം നല്ലതുപോലെ പിടിച്ചതിന് ശേഷം നമുക്ക് ഇതിനെ കുറച്ച് വെള്ളത്തിൽ കുക്ക് ചെയ്ത് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഈ മസാലയൊക്കെ ഈ കഷണത്തിൽ തന്നെ അത് പിടിച്ചിരിക്കും. നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു അരക്കപ്പ് വെള്ളം വെച്ച് ഇത് കുക്ക് ചെയ്യുക. പാത്രത്തിലോട്ട് മാറ്റാം. മൂടി വേവിക്കുക. ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് നോക്കാം എങ്ങനെ വരുന്നു. നേരത്തെ പറഞ്ഞ പോലെ മസാല വറ്റി വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു അരോമ ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം വറ്റിയിട്ടുണ്ട്. ഇത് തന്നെ നമുക്ക് വേറെ ഒരുപാട് വേരിയേഷൻസൊക്കെ നമുക്ക് ചെയ്യാം. ഇനിയിപ്പോൾ കുറച്ച് ടൊമാറ്റോ പ്യൂരി, ഇപ്പോൾ ഏകദേശം മസാലകളൊക്കെ ഇതിലുണ്ട്. കുറച്ച് ടൊമാറ്റോ പ്യൂരി അടിച്ച് ചേർക്കുകയാണെങ്കിൽ നല്ല ഒരു കറി ആയി കിട്ടും. അതുപോലെ ഗ്രേവി വറ്റിക്കുകയാണെങ്കിൽ ചിക്കൻ മസാലയാക്കിയിട്ട് നമുക്കെടുക്കാം. ഏകദേശം വറ്റിയിട്ടുണ്ട്. നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഫ്രൈങ് പാൻ വയ്ക്കുക. പാൻ ചൂടായാൽ നമുക്ക് എണ്ണ ഒഴിക്കാം. ഏകദേശം ഒരു ചൂടായതിന് ശേഷം നമുക്ക് സവാള വഴറ്റാം. ചെറുതായിട്ട് അരിഞ്ഞ സവാളയുണ്ട്. ഇതൊരു ചുവപ്പ് നിറം വരുമ്പോൾ, ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് ഈ വറ്റിയ ചിക്കനും അതുപോലെ കരിവേപ്പിലയും ചേർത്ത് അതുപോലെ വഴറ്റി നമുക്കെടുക്കാം. ഇത് ആവശ്യത്തിനുള്ള എണ്ണ ഉപയോഗിച്ചാൽ മതി. ഇത് പൊരിച്ച കോഴി, കുരുമുളക് ചേർത്ത് പൊരിച്ച കോഴി. നമുക്ക് ഡീപ് ഫ്രൈ ചെയ്യണമെങ്കിൽ അത് വറുത്ത കോഴിയാവും. കൂടുതൽ എണ്ണയിൽ ഇങ്ങനെ വറുത്ത് കോരിയെടുക്കുന്നത്. ഇതാകുമ്പോൾ ആ മസാല എല്ലാം അതിൽ തന്നെ ഉണ്ടാവും. ആവശ്യത്തിന് നമുക്ക് എണ്ണ ഒഴിച്ചാൽ മതി. സവാള ഇപ്പോൾ ഏകദേശം ചുവന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഈ മസാല ചേർത്ത് പറ്റിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കിതിനകത്തിട്ട് വഴറ്റി ഫിനിഷ് ചെയ്യാം. മസാലയൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഏകദേശം വെന്ത് പോകണം. ഇനിയിപ്പോൾ നല്ല തീ ആവശ്യമാണ് ഇതിന്.
അപ്പോൾ ഈ സൈഡൊക്കെ ഒന്ന് നല്ലൊരു ബ്രൗൺ കളറിൽ കാണാനും നല്ല ഒരു പ്രസൻറ്റേഷനായിരിക്കും. ഇനി കരിവേപ്പില ഇവിടെ ചേർക്കാം. ഈ സൈഡെല്ലാം ഇങ്ങനെ നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഇത് വഴറ്റി യോജിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ചിക്കൻ കറിയാക്കുക മസാലയാക്കുകയൊക്കെ ചെയ്യാം. വളരെ ടേസ്റ്റി ആയിരിക്കും. ഇത് നമ്മളിപ്പോൾ ഫ്രൈ ആയിക്കൊണ്ടിരിക്കും. കറിയാക്കണ കുറച്ച് ടൊമാറ്റോ പ്യൂരി ഒരു 3-4 ടൊമാറ്റോ കഷ്ണങ്ങളാക്കി മിക്സിയിൽ അടിച്ചെടുത്ത് ചേർക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്താൽ അതൊരു കറിയായി. ഇതധികം മൂത്ത് പോകാത്ത കോഴി വേണം നമുക്ക് ഉപയോഗിക്കാൻ. ഏകദേശം ഒരു 1250 ഗ്രാം ഉള്ള കോഴിയാണെങ്കിൽ വളരെ ടെൻഡറായിരിക്കും. കൂടുതൽ വെയിറ്റ് കൂടുന്തോറും അതിൻ്റെ മുറ്റ് കൂടി വരും. അപ്പോൾ നമ്മൾ ഇത് എൻജോയ് ചെയ്യില്ല. അപ്പോൾ ഇളം കോഴിയാണ് ഇതിനൊക്കെ ഈ ഇങ്ങനെയുള്ള ഫ്രൈക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയത്. ഇപ്പോൾ നല്ല നിറം വന്നിട്ടുണ്ട്. നമുക്ക് ഏകദേശം റെഡിയായിപ്പോൾ നല്ല ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. പെപ്പർ ചിക്കൻ നമുക്ക് ഇതുപോലെ സെർവ് ചെയ്യാം. ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്കിനി അടുത്ത വിഭവം എന്താണെന്ന് കാണാം അല്ലേ? ഇനി വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്. ഈ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ചൈനീസ് ബേസ്ഡ് ആണ് ഫ്രൈഡ് റൈസ്. ഇന്ത്യൻ ഡിഷസിലും നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. ഇത് ഇപ്പോൾ ചെയ്യുന്നത് ചൈനീസ് ബേസ്ഡ് ആയിട്ടുള്ള ഫ്രൈഡ് റൈസാണ്. ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ റൈസ് ഇപ്പോൾ കുക്ക് ചെയ്ത റൈസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് കുക്ക് ചെയ്യുന്ന റൈസ് ലോങ് ഗ്രെയിൻ ആവണമെന്ന് നിർബന്ധമാണ്. കാരണം നമ്മൾ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് വരും. ഇത് വേറിട്ട് നിൽക്കണം. സാധാരണ ഇപ്പോൾ ചമ്പാവരി അതൊന്നും നമുക്ക് ഫ്രൈഡ് റൈസിന് ഉപയോഗിക്കാൻ പറ്റിയതല്ല. അതേസമയം ഈ ചൈനീസ് ഡിഷിൽ തന്നെ ലോങ് ഗ്രെയിൻ ആയിട്ടുള്ള റൈസ്, അമേരിക്കൻ ബോയിൽഡ് റൈസ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഫോറിൻ കൺട്രീസിലൊക്കെ പോയാലും നമുക്കതായിരിക്കും ഫ്രൈഡ് റൈസായിട്ട് കിട്ടുന്നത്. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ബാസ്മതി റൈസാണ് ലോങ് ഗ്രെയിൻ ആയിട്ടുള്ള നമുക്ക് കിട്ടുന്ന റൈസ്. നല്ല ഫ്ലേവറും ഉണ്ട്. ചൈനീസിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചെയ്ത് വരുമ്പോൾ ബാസ്മതിയുടെ ആ ഫ്ലേവർ തന്നെ നിൽക്കില്ല. കാരണം സോയാ സോസ്, ചില്ലി സോസ് ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഫ്ലേവർ മാറിയിരിക്കും. പിന്നെ അജിനമോട്ടോ ഞാനിപ്പോൾ ഇൻഗ്രീഡിയൻസിൽ ഇതിൽ ചേർക്കുന്നില്ല. അജിനമോട്ടോ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ അത് വളരെ ഹാംഫുള്ളായിട്ടാണെന്ന് ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിരിക്കുന്ന സ്ഥിതിക്ക് അജിനമോട്ടോ ഇല്ലെങ്കിലും നമുക്ക് ഈ ചൈനീസ് ഡിഷുകൾ വളരെ സ്വാദിഷ്ടമായിട്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇപ്പോൾ റൈസ്, ഇത് നമ്മൾ റൈസ് ബോയിൽ ചെയ്യുമ്പോൾ കൂടുതൽ വെള്ളത്തിൽ ബോയിൽ ചെയ്യണം. കൂടുതൽ വെള്ളത്തിൽ ബോയിൽ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ പച്ചരിയാണല്ലോ. ഈ ബാസ്മതി റൈസ് എന്ന് പറയുന്നത് പച്ചരിയിലുള്ള ഒരു വിഭാഗമാണ്. അത് ബോയിൽ ചെയ്യുമ്പോൾ തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കും.
മാത്രമല്ല നമുക്ക് കുറച്ച് ലൈം ജ്യൂസ് കൂടെ അതിൽ കൊടുക്കുക. ഒരു നാരങ്ങയുടെ നീര്, ഇപ്പോൾ 1 കിലോ അരിയൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ഒരു നാരങ്ങയുടെ നീര് കൊടുത്താൽ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കും, പിന്നെ നല്ലൊരു ഫ്ലേവറും ഉണ്ടായിരിക്കും. അങ്ങനെ ബോയിൽ ചെയ്തെടുത്ത റൈസാണ്. ഏകദേശം ഒരു 150 ഗ്രാം നമുക്ക് 2 പേർക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇനി ഓയിൽ വേണം, ഫ്രൈ ചെയ്യുന്നുണ്ട് ഓയിൽ വേണം, വളരെ കുറച്ച് മതി. ഇപ്പോൾ 2 പോർഷനൊക്കെ ചെയ്യുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ മതിയാവും. അതുപോലെ സ്പ്രിംഗ് അണി എന്ന് പറഞ്ഞാൽ ഉള്ളിച്ചെടിയാണ്, അത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ സെലരി വളരെ നല്ല മണമുള്ള ഇതുപോലെ ഒരു ഹെർബാണ്, വളരെ നല്ലൊരു മണം ഉണ്ടാക്കി തരും ഇത്. അതുപോലെ വെജിറ്റബിൾസ്, ഇത് മിക്സ് വെജിറ്റബിൾ, ക്യാബേജ് ഉണ്ട്, ക്യാരറ്റ്, ബീൻസ്, ഇത് ഗ്രീൻ പീസ് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. നമ്മുടെ ഇഷ്ടമുള്ള വെജിറ്റബിൾ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി തിളച്ച വെള്ളത്തിൽ ഇന്നിട്ട് തരുന്നതാണ്. അതിന് ബ്ലാഞ്ച് ചെയ്യുക എന്ന് പറയും. ഇനി വെജിറ്റബിൾ ഏകദേശം 1 കപ്പ് മതി.
ഇത് നമുക്ക് ചൈനീസ് ഡിഷിനോടൊപ്പം മാത്രമല്ല നമുക്ക് ഇന്ത്യൻ കറി ഡിഷസൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കാവുന്ന നല്ലൊരു വിഭവമാണത്. വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് റെഡിയാണ്.